Good morning, guys. Morning with another day. Yes, so ഇതാണ് ശരിക്കും രണ്ടാമത്തെ ദിവസം. നമ്മൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ഡ്രസ് ഒക്കെ ഇങ്ങനെ ചേഞ്ച് ആവും. Doesn't matter. Doesn't mean നമ്മളെ ഫസ്റ്റ് ഡേ അല്ല എന്നല്ല. നമ്മൾ അതിനകത്ത് ഫ്രഷ് ആവാൻ കയറിയപ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്തിരുന്നു. പുറത്ത് ഇപ്പൊ അങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് കേട്ടോ. ഒരു ദിവസത്തിന്റെ ഫുൾ ഇട്ട് കഴിഞ്ഞാൽ അതൊരു 10-20-30 മിനിറ്റിന്റെ വീഡിയോ വരും. അപ്പൊ എല്ലാം കൂടെ വെറുതെ വെറുപ്പിക്കണ്ടല്ലോ വെച്ചിട്ടാണ് അതുകൊണ്ട് നമ്മള് ഹാഫ് ആക്കിയിട്ടത്. സോ മോർണിംഗ് നമ്മളിപ്പോ ഒരു 8 o'clock നമ്മൾ നമ്മുടെ പെരഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം 8:30 നമ്മൾ വന്നിരിക്കുന്നു ടെസ്കോയിൽ. എന്തിനെ? എണ്ണ അടിക്കാൻ. എണ്ണ തീർന്നു ഗൈസ്. തീർന്നില്ല, എണ്ണ ഹാഫ് വേ ആയിട്ട്. കമ്പാരിറ്റീവ്ലി ഇംഗ്ലണ്ടിനെ വെച്ച് നോക്കുമ്പോൾ സ്കോട്ട്ലൻഡിൽ എണ്ണയ്ക്ക് കുറച്ച് പൈസ കുറച്ച് ചീപ്പറാണ്. സോ എന്താ അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ഡേ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സെക്കൻഡ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ നമ്മൾ കുറച്ച് അധികം സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇന്നലെ തന്നെ. പക്ഷെ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോയിൽ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ബിക്കോസ് അങ്ങനെ എല്ലാം കൂടി അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര ലെങ്തി വീഡിയോ ആയി പോകുന്നുണ്ട്. സോ നമ്മളത് 2 പാർട്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ശരിക്കും നമ്മുടെ സെക്കൻഡ് വീഡിയോ നമ്മുടെ സെക്കൻഡ് ഡേ അല്ല. സോ ദിസ് ഈസ് എ സെക്കൻഡ് ഡേ. നമ്മൾ ഒഫീഷ്യലി ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡേ ട്രിപ്പ്. സോ യെസ്, അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. നമ്മുടെ വീഡിയോയിൽ കാണുക. ഇറ്റ്സ് ക്വൈറ്റ് ഹെവിലി റെയിനിങ്. ട്രാഫിക് നല്ല കാര്യമായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. സ്കോട്ട്ലൻഡിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മഴ, തണുപ്പ് ഒക്കെയാണെന്നാണ്. സോ യെസ്, നല്ല മഴയാണ്. വിൽ ഷോ യു. It's raining outside. And നമുക്ക് നല്ല ട്രാഫിക് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഗൈസ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മഴയായി പോയതുകൊണ്ട് എനിക്കിവിടെ ഇറങ്ങി കാണിക്കാൻ നിർവാഹമില്ല. സോ നമ്മളിപ്പോൾ കറന്റ്ലി ഉള്ളത് ലസ് ബീച്ചാണ്. ലോച്ച് ലോമൻ ലസ് ബീച്ചാണുള്ളത്. ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. മഴയാണ്. ബട്ട് യാ, സോ ഇവിടെ നമ്മുടെ അടുത്ത് കുടയുണ്ട്. സോ വെൽക്കം ടു ലസ്. ഇവിടെയാണ് ഇൻഫർമേഷൻ പോയിന്റ്സ് ഉള്ളത്. സോ ഗൈസ്, അപ്പോൾ ഇവിടെ മെൻസ് കുറേ പേര് ഈ നമ്മുടെ അവരുടെ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലാണത്. അവരുടെ ട്രഡീഷണൽ ഡ്രസ്സിംഗ് ആണത്. മറ്റൊരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവരിങ്ങനെ മറ്റേ ഒരു സാധനം ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്ന സാധനം വെച്ചിട്ട് ഇവരിങ്ങനെ പരിപാടി നടത്തുന്നുണ്ടാവും. അവരുടെ കോസ്റ്റ്യൂം ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ പേര് ഇപ്പോഴാണ് നമ്മൾ കണ്ടത്. നമ്മൾ ആദ്യം കണ്ടപ്പോൾ ചെയ്യുന്നത് എന്താ ഇങ്ങനെ, പക്ഷെ നമുക്ക് പിന്നെ മനസ്സിലാക്കാം അവരുടെ ട്രഡീഷണൽ നല്ല തണുത്ത കാര്യം. നേരത്തെ പിച്ചോറ് പിടിക്കും. We haven't got much time actually speaking. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ലെസ് പിയറിലേക്കാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സ്കോട്ട്ലൻഡിന്റെ ആ ഒരു തെളിഞ്ഞ കാലാവസ്ഥയും ആ ഒരു മഴ വലിയ കാര്യമില്ല. അതൊക്കെ നമുക്ക് കാണാം. സ്കോട്ട്ലൻഡിന്റെ തെളിഞ്ഞ ഒരു സുപ്രഭാതം. ഇവിടെ നമ്മൾ ലെസ്സിൽ നമുക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്യാനില്ല. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഇവിടുത്തെ മറ്റേ ലെസ് പിയർ മാത്രം കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരും. ഇവിടെ ആക്ച്വലി ഒരുപാട് സ്ഥലമുണ്ട്. ലെസ്സിൽ തന്നെ ഇപ്പോൾ നമ്മൾ പോണ സ്ഥലം ഒത്തിരി ഉണ്ട്. നമുക്ക് ഹൈക്ക് ചെയ്യാനുള്ള ഒരു സ്പോട്ട് ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ ലെസ്സിൽ ഇതൊരു മാർക്കറ്റ് പോലെയാണ് വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ നമ്മൾ ഇത് കവർ ചെയ്ത് ഇതിൽ കൂടെ നടന്ന് അപ്പുറം ചെല്ലുകയാണ് കേട്ടോ. ഇവിടെ ഇതൊരു ചെറിയൊരു വില്ലേജ് ആണ്. ലെസ് വില്ലേജ് ഹോൾ നമ്മൾ കണ്ടില്ലേ. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ലെസ് എന്ന് പറയുന്ന ചെറിയ കമ്മ്യൂണിറ്റി. ഇവിടെ ആൾക്കാരുണ്ട്. അതെ, ഇതെല്ലാം കണ്ടോ? ഇതൊക്കെ കാണിച്ചു കൊടുക്കും. ഇതൊക്കെ വീടാണ്. 2 സൈഡിലും വീടാണ്. ഈ പഴയ സ്കോട്ടിഷ് ആൾക്കാരെന്നെ ആയിരിക്കും ലൈക്ക് കൺട്രി സൈഡ് ഏരിയ ആണത്. ഇതൊക്കെ ഇങ്ങനെ പഴയതുപോലെ പ്രിസർവ് ചെയ്യുന്നതാണ് കേട്ടോ. പഴമയെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം പഴം. അവിടെയാണ് നമുക്ക് ലസ് ബീച്ച് വരുന്നത്. ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കില്ല. എപ്പോഴും ഇങ്ങനെ ഇതാണ്
ഇത് കുറച്ചും കൂടി നമുക്കൊരു സണ്ണിയൊക്കെ ആയിരുന്നെങ്കിൽ രസം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇത് നല്ലുണ്ട്, മോശമല്ല, ബട്ട് എന്നാലും കുറച്ചുകൂടി ഒരു ലൈറ്റിംഗ് നമുക്ക് കിട്ടിയാണ്. ശരിക്കും വിന്ററിൽ വന്നാലുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് ബെസ്റ്റ് വ്യൂ ആ ഒരു മൗണ്ടെയിൻ സൈഡാണ് കേട്ടോ. നമുക്ക് കുറച്ച് ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്. നമുക്കിപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഭംഗി ക്യാമറയിൽ എത്തിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. നല്ലുണ്ട്. ഓ, ഇതിൽ നമുക്ക് ഇത്രയും ഇവിടെ ബോട്ടിങ് നടത്തുന്നുണ്ട് തോന്നുന്നു കേട്ടോ. നമുക്ക് ഇങ്ങോട്ടേക്ക് നമുക്കിത് കൂടെ ഇറങ്ങി ബോട്ടിങ്ങിലൊക്കെ പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ലസ്സിന്റെ വിശേഷം. ലസ്സിൽ ഇങ്ങനെ നമ്മൾ ഇപ്പൊ ഈ പോകുന്ന ഈ ഒരു പോർഷനാണ് പേര്. നമുക്കൊരു കുറച്ച് ഭാഗം, വെള്ളത്തിന്റെ ഒരു കുറച്ച് ഭാഗം വരെ നമുക്ക് വന്ന് നിന്ന് കാണാം. അതുകൂടി കാണിച്ചു തരാം. ഇതാണ് അഡ്രസ്. കോസ്റ്റ്യൂം വേണേ കണ്ടോ. ഈ ഡ്രസ്സ് കണ്ടോ. അത് ഇവിടുത്തെ ഗൈഡാണ്. സോ ഇവിടുത്തെ ഗൈഡ്സ് എല്ലാവരും തന്നെ ആ കോസ്റ്റ്യൂമിലാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു അവരുടെ ട്രഡീഷണൽ അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അതാണ് ഡ്രസ്സ്. എനിവേസ്, സോ ഇതാണ് ബീച്ച് വരുന്നത് കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ഇതിൽ പോകുമ്പോൾ കാണുന്നത് ഇങ്ങനെ ഒരു വ്യൂ ആണ് കേട്ടോ. ഇത് ഒരു ഉള്ളേരിയാണ്. നമ്മുടെ ഗ്ലാസ്ഗോ ഒക്കെ കഴിഞ്ഞിട്ട് ഉള്ളിലേക്കാണ് കൺട്രി സൈഡ് ഏരിയ. ഇവിടെ നമുക്ക് ഈ ഒരു എന്നുവെച്ചാൽ സ്കോട്ട്ലാൻഡിൽ വിന്റർ സമയത്തും സമ്മർ സമയത്തും ഓരോ വ്യൂ കിട്ടും. ഇപ്പം വിന്റർ ടൈമിൽ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ ഒരു തണുപ്പും ഇപ്പം മഞ്ഞൊക്കെ പെയ്ത് നടക്കുമ്പോൾ സ്കോട്ട്ലാൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് കിട്ടണമെങ്കിൽ ആ ടൈമിൽ വരണം. ഇപ്പോഴാണെങ്കിലും നമുക്കിത് ഭയങ്കര തണുപ്പല്ല. നമുക്ക് അത്യാവശ്യം കാറ്റും തണുത്ത കാറ്റൊക്കെ ഉണ്ട്. നല്ല കാണാൻ. ആക്ച്വലി റെക്കോർഡ് ചെയ്ത വീഡിയോ നമ്മൾ കുറേ ഇൻഫർമേഷൻസ് പറഞ്ഞിരുന്നു. അതെല്ലാം പോയി. മെയിനായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു സ്കോട്ട്ലാൻഡ് ട്രിപ്പിലേക്ക് ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു എല്ലാവരും പിക്ക് ചെയ്യുന്ന സ്ഥലം പിക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ, അങ്ങനെ പിക്ക് ചെയ്യുന്നല്ല അതും കാണണം. മെയിനായിട്ട് കാണേണ്ട സ്ഥലങ്ങൾ. അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനത്തെ കൂടി കുറച്ച് സ്ഥലങ്ങളും കൂടി കാണുക. ഇത് സംഭവം എന്ന് വെച്ചാൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇപ്പോൾ നിങ്ങൾ റെഫറൻസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക എവിടെയൊക്കെ പോകാമെന്നുള്ളത്. അതിൽ കുറേ കൂടെ ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ചെയ്തിട്ടുള്ള വീഡിയോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളുടെയും കൂടെ ഐഡിയ കിട്ടും. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും മെയിനായിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ടാവും. അതല്ലാതെ നമ്മുടെ ഒരു ചെറിയ ഏരിയ ഉണ്ടാവില്ല, നമുക്കറിയാവുന്ന കുറച്ച് സ്ഥലങ്ങൾ. അതുപോലെ യെസ്, അപ്പോൾ അങ്ങനെ റെഫറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക ഒരു നാച്ചുറൽ ബ്യൂട്ടി കാണാം എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, സോ യെസ്. പിന്നെ നമ്മളാണെങ്കിലും ഈ സ്ഥലമൊക്കെ നമ്മൾ കട്ട് ചെയ്തതായിരുന്നു നമ്മൾ ടൈമിങ്ങിൻ്റെ പ്രശ്നം കാരണം. പക്ഷേ നമ്മൾ ഓൺ ദ വേയിലാണ്. നമുക്കധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ കയറി കണ്ടു. നമുക്ക് തൊട്ടും എന്താ പറയുക ഒരു ടൈം വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ, നല്ലൊരു വ്യൂ ആയിരുന്നു. ആൻഡ് നമ്മുടെ ഒരു ലിസ്റ്റ് ഓഫ് പ്ലേസസിനകത്ത് ഒരു സ്ഥലം കൂടി കണ്ടു. എനിവേസ്, അതാണ് ലസിൻ്റെ വിശേഷം. സോ നമുക്ക് അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ കാണാം. എത്തിയിരിക്കുകയാണ് ഗ്ലെൻകോയ് മൗണ്ടൻ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ തൊട്ട് മുന്നിൽ കാണുന്ന ചെയർ ലിഫ്റ്റിംഗ് പരിപാടിയാണ്. ഇത് നമുക്കറിയാലോ ചെയർ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇതിങ്ങനെ ടോപ്പ് ഈ മൗണ്ടൻ വരെ ഇതാണ് ഗ്ലെൻകോയ് മൗണ്ടൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ
മൗണ്ടൻ ഈ ടോപ്പ് ടോപ്പ് വരെ അവിടെ വരെ ചെയർ ലിഫ്റ്റിൽ കയറാം, മേലെ പോയി കണ്ട് തിരിച്ചു വരാന്നുള്ള പരിപാടിയാണ്. ഇന്നിപ്പോൾ നമ്മുടെ കാലാവസ്ഥ എന്താ കുറച്ചിങ്ങനെ മഴയും ഇതൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അവരത് ഇപ്പോൾ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയത്തില്ല, നമുക്കവിടെ പോയി നോക്കണം. സോ ഞങ്ങൾ അതിലൊന്ന് നോക്കിയിട്ട് അതിൻ്റെ കാര്യം നോക്കിയിട്ട് പറയാം. നമുക്കിവിടെ സ്റ്റേ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നമുക്കിങ്ങനെ ഇതുണ്ട്, ട്യൂബ് സ്റ്റേ ഉണ്ട്. സോ ട്യൂബ് സ്റ്റേസ് അവൈലബിൾ ആണ്. ട്യൂബ് സ്റ്റേ ഉണ്ട്, അതുപോലെ തന്നെ പോട്ട് സ്റ്റേ, അങ്ങനെ എല്ലാം വരുന്നുണ്ട് കേട്ടോ. സോ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. സോ ഇതാണ് ഗ്ലെൻകോയ് മൗണ്ടൻ. ഇത് മസ്റ്റ് വിസിറ്റ് ആട്ടോ. ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ട് ഈ പരിപാടി തുറക്കൂല എന്നുള്ളത് അറിയില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം. ഇവിടെ ഗ്ലെൻകോയ് മൗണ്ടൻ്റെ ഒരു മാപ്പൊക്കെ അവരോട് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല അത് വർക്ക് ചെയ്യിപ്പിക്കുന്നു, ബിക്കോസ് മഴയും കൂടെ അല്ലേ. No. All right. Thank you very much. Thank you. So that's chair lift ട്ടോ. ഉടുവി. Wow. കൂടുണ്ട്. So chair lift open അല്ല. Chair lift open അല്ല because of the weather. അപ്പോൾ ഇന്ന് മിക്കവാറും ഓപ്പൺ ആവുന്ന അവർ പറയുന്നത് ഇന്ന് ഓപ്പൺ ആവില്ലായിരിക്കുന്നത്. സോ യെസ്, എനിവേസ് ഇതാണ് ഗ്ലെൻകോയ് മൗണ്ടൻ എന്ന് പറയുന്ന സ്ഥലം. ഐ വുഡ് സേ ശരിക്കും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അത്ര ഭംഗിയുണ്ട് കാണാൻ. നമുക്കിത് ക്യാമറയിൽ ശരിക്കും ക്യാപ്ചർ ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ വ്യൂ കിട്ടിയെന്ന് വരില്ല. പിന്നെ നമ്മൾ ഈ കണ്ണിൽ കാണുന്നൊരു ഭംഗി ഇതിനകത്ത് കിട്ടുന്നില്ല. നല്ല രസമുണ്ട്, ശരിക്കും നല്ല രസമുണ്ട്. ഒരു ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ അവർ താമസിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കൂടി ട്യൂബ് സ്റ്റേ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇവിടെയാണ് കേട്ടോ ട്യൂബ് സ്റ്റേസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനിയാണ് സ്റ്റേ. സോ ഗായ്സ്, നമ്മൾ 3 സിസ്റ്റേഴ്സിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന 3 ഹിൽസ്, ഇത് മൂന്നിൻ്റെയും ആണ് 3 സിസ്റ്റേഴ്സ് എന്നോട് പറയുന്നത്. ഇതിൻ്റെ ടോപ്പ് വ്യൂ കാണിച്ചു തരാം. അതിൻ്റെ വ്യൂ, നമുക്കതിൻ്റെ വ്യൂ പോയിന്റ് ടോപ്പിൽ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കതിൻ്റെ കാലാവസ്ഥ ഇച്ചിരി ഒരു റോങ് ആയതുകൊണ്ട് നമുക്കതിൻ്റെ ടോപ്പിൽ കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മളതിൻ്റെ മേലെ കയറുന്നില്ല. ഇതാണ് സംഭവം.